എല്ലാ തെരഞ്ഞെടുപ്പ് വേളയിലും ഈ മത തീവ്രവാദ സംഘടനകളുടെ പേര് വലിച്ചിഴയ്ക്കുക സ്വാഭാവികമാണ്. അവരുടെ വോട്ട് എല്ലാവരും ഏത് മുന്നണിയും തരം കിട്ടിയാൽ അത് കീശയിലാക്കാൻ നോക്കുന്നവരാണ്. ഈ വോട്ട് ചോദിച്ചു എന്ന് പിണറായി വിജയൻ പറയുന്നു. വോട്ട് ചോദിക്കാൻ തന്നെയാണല്ലോ, വോട്ടാണല്ലോ അവിടെ പ്രധാനം, അല്ലാതെ കടം ചോദിക്കാനല്ലല്ലോ വിളിച്ചു വരുത്തിയത്. AKG സെന്ററിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി എന്നുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന വന്നതോടുകൂടി പഴയ കാര്യങ്ങളൊക്കെ പിണറായി വിജയനും തുറന്നു പറയുകയുണ്ടായി. ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഈ സംഘപരിവാർ പോലും ഉന്നയിക്കാത്ത ചില കാര്യങ്ങൾ പിണറായി വിജയൻ അവിടെ ഉന്നയിച്ചു. അതായത് അവിടെ മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് വളരെ നിർണായകമാണ്, അവർക്കാണല്ലോ കൂടുതൽ മുൻതൂക്കമുള്ളത്. അതായത് ജമാഅത്തെ ഇസ്ലാമി, SDPI, വെൽഫെയർ പാർട്ടി എന്നിവരുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്കുള്ളത്, മതേതര പാർട്ടിക്കുള്ളത് എന്നാണെന്ന് വയനാട്ടിൽ പറഞ്ഞത്. മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണ് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് ചില സമയങ്ങളിലൊക്കെ. LDFിൻ്റെ കൺവീനറായിട്ട് രാമകൃഷ്ണൻ വന്ന സമയത്ത് എന്താണ് പറഞ്ഞത്? മുസ്ലിം ലീഗിനോട് പറയുകയുണ്ടായി, ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, SDPI ഇവരുമായിട്ടുള്ള ബന്ധമൊക്കെ വിച്ഛേദിച്ച് നിങ്ങൾ വരിക LDFിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ സ്വാഗതം ചെയ്തത്. മുസ്ലിം ലീഗിനെ ഇപ്പുറത്തേക്ക് കിട്ടണമെന്ന് LDFിന് മോഹമുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ. കാരണം ഒരു തുടർഭരണം ഇവർ ആഗ്രഹിച്ച് നിൽക്കുകയാണ്, അതെന്തോ ഒരു അഭിമാനമായിട്ട് എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ താഴേക്ക് പോയാൽ, നിലംപതിച്ചു കഴിഞ്ഞാൽ അത് കുഴി തോണ്ടേണ്ട ഒരവസ്ഥയിലേക്ക് പോകും എന്ന് CPM മനസ്സിലാക്കുന്നു. അത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതൽ കണ്ടു തുടങ്ങും എന്നവർക്കറിയാം. അതുകൊണ്ടാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കേ ഈ ജമാഅത്തെ ഇസ്ലാമി വിഷയം എടുത്തിട്ടത്. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് വളർന്നത് ആരുടെ ഒത്താശയോടുകൂടിയാണ്? CPMൻ്റെ ഒത്താശയില്ലേ? തൊടുപുഴയില് ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് ആരാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാമായിരുന്നല്ലോ. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബി എന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയി നടക്കുന്ന MA ബേബി എന്താണ് പറഞ്ഞത്? മണ്ടനായ പ്രൊഫസർ എന്നാണ് ജോസഫിനെ വിശേഷിപ്പിച്ചത്. അപ്പോഴും പോപ്പുലർ ഫ്രണ്ടിനെ ന്യായീകരിച്ച് നിർത്തുകയാണ് ചെയ്തത്. എറണാകുളം മഹാരാജാസ് കോളേജിൽ കൊല ചെയ്യപ്പെട്ട അഭിമന്യുവിന്റെ ഘാതകർ ആരായിരുന്നു? കൃത്യമായി അറിയാമായിരുന്നല്ലോ, പിന്നിൽ പോപ്പുലർ ഫ്രണ്ടുകാരായിരുന്നുവെന്ന്. ആലപ്പുഴയിൽ കേരളത്തെ മുഴുവൻ നടുക്കിയ മുദ്രാവാക്യം ഉയർന്നപ്പോൾ അതിനെതിരെ ഒരു സ്വരം പോലും പ്രകടിപ്പിക്കാതെ നിന്നത് ആരായിരുന്നു? ഈ ഭരണകൂടമല്ലേ. ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായി. നിരന്തരം ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴല്ലേ ആലപ്പുഴയിൽ അറസ്റ്റ് നടന്നത്. ഇപ്പോഴും ആ മുദ്രാവാക്യം കേരളത്തിലെ ജനങ്ങൾ ഭയപ്പാടോടുകൂടിയല്ലേ അവരുടെ ചെവിയിലേക്ക് വന്നടിക്കുന്നത്. അരിയും മലരും കുന്തിരിക്കവും കരുതിക്കോ വരുന്നുണ്ട് നിന്റെയൊക്കെ കാലന്മാർ എന്ന് കേരളത്തിൽ വിളിക്കാൻ തക്കവണ്ണമുള്ള ചങ്കൂറ്റം കാണിച്ച പോപ്പുലർ ഫ്രണ്ടുകാരെ വളർത്തിയതിന് പിന്നിൽ ആരായിരുന്നു? CPM. ഈ പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്രം നിരോധിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ താഴെ തട്ടിലുള്ളവർക്കൊക്കെ സംരക്ഷണം കൊടുത്തതും ഒക്കെ ആരായിരുന്നു? CPM ആയാലും കോൺഗ്രസ് ആയാലും LDF ആയാലും UDF ആയാലും മുസ്ലിം ലീഗ് ആയാലും പ്രകടമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. പല രൂപത്തിലും പിന്നീടും പോപ്പുലർ ഫ്രണ്ടിൻ്റെ വകഭേദങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. SDP എന്ന് പറയുന്നത് അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ള ഒരു ബലത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ടിലെ അവശേഷിക്കുന്ന പലരും അതിനകത്ത് കയറിയിട്ടില്ലേ? ഇവർക്ക് സംരക്ഷണം കൊടുക്കുന്നില്ലേ? ഈ SDPIക്കാരുടെ പിന്തുണയല്ലേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്? രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭൂരിപക്ഷം 18,000-ഓളം കവിഞ്ഞപ്പോൾ അതിൻ്റെ പങ്ക് പ്രധാനമായിട്ട് SDPIക്കുമില്ലേ?
അവിടെ വിജയാഹ്ലാദ പ്രകടനം ആദ്യം നടത്തിയത് ആരായിരുന്നു? SDPIക്കാർ തന്നെയാണ്. ഈ അതുപോലെ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ വകഭേദങ്ങളായിട്ട് മെക്സവൻ എന്ന ആരോഗ്യ സംഘടന ഒക്കെ തന്നെ പലയിടങ്ങളിലും മലപ്പുറം ഭാഗങ്ങളിൽ രൂപപ്പെട്ടു വന്നല്ലോ. ഇത് പുറത്തു കൊണ്ടുവന്നത് ആരാണ്? കോഴിക്കോട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന മോഹൻലല്ലേ. ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ. അപ്പോൾ ഇരു മുന്നണികളും ഇപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് ഘട്ടം എത്തിയപ്പോൾ കൊമ്പ് കോർക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങളും മുമ്പ് AKG സെന്ററിൽ വിളിച്ചിരുത്തി ചർച്ച ചെയ്തിട്ടുണ്ട്, വോട്ട് ചോദിച്ചിട്ടുണ്ടോ? വോട്ട് ചോദിക്കാൻ തന്നെയാണ്, അല്ലാതെ എന്താണുള്ളത്? SDPIക്കാർക്ക് ഇപ്പോൾ കേരളത്തിൽ പല പഞ്ചായത്തുകളിലും അവർ മത്സരിക്കുന്നുണ്ട്, അവർക്ക് സീറ്റുമുണ്ട്. ചിലപ്പോൾ ഇനി ഒരു പഞ്ചായത്ത് പോലും പിടിച്ചെടുത്തു കഴിഞ്ഞാലും അതിശയിക്കേണ്ടതായ കാര്യമില്ല. കേരളത്തിൽ അതിശക്തമായിട്ട് BJPയുടെ വളർച്ചയുണ്ടാകുമ്പോൾ അതിനെ നേരിടാൻ എന്ന വണ്ണമാണ് ഇത്തരത്തിലുള്ള മത തീവ്രവാദ സംഘടനകളും വേറൊരു തരത്തിലേക്ക് രൂപപ്പെട്ടു വരുന്നത്. ഈ മത തീവ്രവാദ സംഘടനകളെല്ലാം തന്നെ ഇപ്പോൾ മുസ്ലിം ലീഗ് ഒരു കുടക്കീഴിലാക്കി നിർത്തിയിരിക്കുകയാണ്. കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മുസ്ലിം ലീഗ് പലതരത്തിലുള്ള തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് കച്ചകെട്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കാരണം ഏത് വിധേനയും അധികാരത്തിലെത്തണം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അത് അധികാരം നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഇനിയും പ്രതിപക്ഷത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ പ്രതിപക്ഷത്തേക്ക് വീണ്ടും പോയി കഴിഞ്ഞാൽ UDF എന്ന് പറയുന്ന മുന്നണി തന്നെ ശിഥിലമാകും, പിന്നെ വേറെ വഴി നോക്കേണ്ടി വരും എന്ന് ലീഗിനറിയാം. അതുകൊണ്ട് തന്നെയാണ് ലീഗ് വളരെ നിശബ്ദമായി നിന്നുകൊണ്ട് ഈ മതതീവ്രവാദ സംഘടനകളുടെ ആയാലും വോട്ടെല്ലാം കൂടി ശേഖരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി ആയാലും പോപ്പുലർ ഫ്രണ്ടിന്റെ രൂപാന്തരമായ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ SDPI ആയാലും PDP ആയാലും വെൽഫെയർ പാർട്ടി ആയാലും ഇതെല്ലാം ലീഗിന്റെ കുടക്കീഴിൽ നിൽക്കുമ്പോൾ CPM-നും പിണറായി വിജയനും അതിനകത്ത് ഹാലിളകും. കാരണം മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് പൂർണ്ണമായിട്ടും CPM-ന് എതിരായിട്ട് മാറുന്നുണ്ട്. അതിനകത്ത് ഇവിടെ മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് പിളർത്തുക എന്നുള്ളതാണ് പിണറായിയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. പിണറായി വിജയൻ പലപ്പോഴും അത്തരത്തിലുള്ള തന്ത്രങ്ങൾ മുൻകാലങ്ങളിലും ഇറക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. എപ്പോഴും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും പ്രചാരണ വേളയിലുമാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഈ ഇത്തരത്തില് AKG സെന്ററിൽ നിന്ന് അവസാനം അങ്ങനെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇവർക്ക് പുറത്തുവിടേണ്ടി വന്നു, സമ്മതിക്കേണ്ടി വന്നു. കാരണം അതിന്റെ ചിത്രം പ്രതിപക്ഷ നേതാവ് പുറത്തു വിട്ടപ്പോൾ അത് സമ്മതിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വഴി. അപ്പൊ ഇങ്ങനെ ചർച്ച നടത്തിയിട്ടുണ്ട്. മുമ്പൊരിക്കല് കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് ചർച്ച നടത്താനായിട്ട് ഹോട്ടലിലേക്ക് കയറുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിൻ്റെയും ഒക്കെ തന്നെ ചിത്രം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ CPM വോട്ട് ചോദിച്ച് ഞങ്ങൾ നൽകി എന്ന് ശിഹാബ് പൊക്കുട്ടൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഉണ്ട്. ജമാഅത്തെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. അങ്ങനെ ചർച്ചകൾ നടന്നിട്ടേ ഇല്ലെന്ന് പാർട്ടി സെക്രട്ടറിയുടെയും സൈബർ പ്രചാരകരുടെയും വാദങ്ങൾ നുണയായിരുന്നു എന്ന് സമ്മതിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ സന്ദർശനത്തിന്റെയും ചർച്ചയെയും സാധൂകരിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ തന്നെ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. കാരണം വോട്ടിനു വേണ്ടിയാണ് എന്നുള്ളത്. അപ്പൊ 4 വോട്ടിനു വേണ്ടി ശബരിമല യുവതീ പ്രവേശ സമയത്ത് നമുക്കറിയാം പറഞ്ഞിട്ടുള്ളത് എന്താണ്? 4 വോട്ടിനു വേണ്ടി നിലപാട് മാറ്റുന്നവരല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ 4 വോട്ടിനു വേണ്ടി നിലപാടുകൾ മാറ്റിയിട്ടുള്ള ചരിത്രമാണ് CPM-നകത്ത് കണ്ടിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ചർച്ച നടത്തിയതും വോട്ട് ചോദിക്കാൻ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ കിട്ടാത്തപ്പോൾ അത് പുളിക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.